മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലായെത്തിയ അജ്ഞാത ഡ്രോണുകൾ. ഛത്തർപൂർ എന്ന ഗ്രാമത്തിലാണ് അജ്ഞാത ഡ്രോണുകൾ സ്ഥിരമായി വട്ടം കറങ്ങുന്നത്. ഡ്രോണുകളെ കണ്ട് പേടിച്ചോടിയ കുട്ടികൾക്ക് നിലത്ത് വീണ് പരിക്കുമേറ്റിട്ടുണ്ട്. ഡ്രോണുകൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിലാണ് മധ്യപ്രദേശിലെ ഛത്തർപൂരിലുള്ള വീടുകൾക്ക് മുകളിലും ചുറ്റുവട്ടത്തും ഡ്രോണുകൾ ചുറ്റിത്തിരിയുന്നത്. പ്രത്യേക വെളിച്ചവുമായി പറന്നെത്തുന്ന ഡ്രോണുകൾ കണ്ട് കുട്ടികൾ പരിഭ്രാന്തരാകുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. ये रात के 8-9 बजे कैमरा उड़ते हैं, तो जो उड़ा घंटा 2 घंटा इसके जो कैमरा कर ले बंद, कैमरा बंद करने के बाद फिर जहाँ से आदमी सो जात तो ई के बाद में आग से जो चोरी डकैती जैसे बाहर खेत कुआ पे जो आदमी रात हैं. ഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നിരന്തരം ഡ്രോണുകൾ ചുറ്റിത്തിരിയുന്നുണ്ടെന്നും ആരാണിതിനു പിന്നിലുള്ളതെന്ന് അറിയില്ലെന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത്. ड्रोन उड़ गए थे तो हम तो यही जान रहे थे कि रोज उड़ाते हैं भी तो उड़ जान दो और ऐसे कई के ऐसे भी तो रोज उड़ाते. बच्चा उठो पेशाब के लाने वो बोलो कि पापा जी आ गए चोर. ആരാണ് ഡ്രോണുകൾക്ക് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഡ്രോണുകൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. ड्रोन्स का जो सोर्स है कि ड्रोन्स कहाँ से उड़ रहे हैं या ड्रोन ऐसे भी स्पॉट नहीं हुए हैं, वो र्यूमर्स के आधार पर ही अज्ञात लोगों द्वारा मारपीट की गई है. उस पर हमने अज्ञात व्यक्तियों के खिलाफ मामला दर्ज किया है और उसको हम ट्रेस करने की कोशिश कर रहे हैं कि वास्तव में क्या घटना हुई है. ഡ്രോണുകൾ പറത്താൻ കൃത്യമായ നിയമാവലിയുള്ള രാജ്യത്താണ് ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനാകാതെ ഒരു ഗ്രാമത്തിനു ചുറ്റും നിരവധി ഡ്രോണുകൾ ചുറ്റിത്തിരിയുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.